കുട്ടികളിൽ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന വർദ്ധിച്ചു വരുന്ന ഒപ്പം തന്നെ മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇത് രണ്ടും നമ്മുടെ സമൂഹത്തെ ആകെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പം സാധാരണഗതിയിൽ രണ്ട് കാര്യങ്ങൾക്കുമെതിരെ സർക്കാർ സ്വീകരിക്കുന്ന നിയതമായ നടപടികളുണ്ടാവും. നമുക്കറിയാം, അതുകൊണ്ട് മാത്രം ഇത് പൂർണ്ണമായി കൈകാര്യം ചെയ്യാനാവില്ല എന്ന്. എന്നാൽ ആ നടപടികൾ തുടരുകയും ശക്തിപ്പെടുത്തുകയും വേണം. ഇവിടെ ഇതിൻ്റെ പിന്നിൽ സാമൂഹിക മാനസിക കാരണങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇവയെ വേരോടെ അറുത്തു മാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ വേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ ആവണം, ഇത് നമുക്ക് കൂട്ടായി ആലോചിച്ച് കണ്ടെത്താനാവണം. അതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ പിന്നിവിടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവരാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനം, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന മേഖല, ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതാണ് പ്രധാനമായി ഉയർന്നു വരേണ്ടത്. ഇപ്പോൾ മനഃശാസ്ത്ര രംഗത്തുള്ളവരുണ്ടാവും, അവർക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ എങ്ങനെ നേർവഴിക്ക് നയിക്കാനാവും, അത് സംബന്ധിച്ച കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാവും. കുട്ടികളുടെ ബോധത്തെ കലാരൂപങ്ങളിലൂടെ ശുദ്ധീകരിച്ച് നന്മയിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് പറയാനുണ്ടാവും. വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിനിധികളുണ്ട്. പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ടാവും. വിദ്യാർത്ഥികളുമായി ഏറ്റവും അധികം ഇടപഴകുന്നവരാണ് അധ്യാപകർ. അധ്യാപക സമൂഹത്തിൻ്റെ പ്രതിനിധികൾക്ക് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടോ, ക്രിയാത്മകമായി ചില കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പുതുതായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ സാധാരണഗതിയിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ നല്ലവണ്ണം പഠിപ്പിക്കുന്നവരാണ്. ആ പഠിപ്പിക്കുന്ന
രീതികൾ സാധാരണ നിലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രം മതിയോ? ഇന്നത്തെ കാലത്ത് അധ്യാപകരാകെ അല്ലെങ്കിൽ അധ്യാപകരിൽ ചിലർ പ്രാഥമികമായി മനഃശാസ്ത്ര കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നവരായി മാറണ്ടേ? ഈ കുട്ടികളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തി അധ്യാപകർക്ക് ഉണ്ടാകണമെങ്കിൽ അതിനാവശ്യമായ പ്രത്യേക പരിശീലനം വേണ്ടി വരും. അത്തരം കാര്യങ്ങൾ എന്താണ് അധ്യാപകർക്കുള്ള പ്രതികരണം?